ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ പിന്നെയും ഒരു വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയൻ പറഞ്ഞു എനിക്കൊരു സർപ്രൈസ് തരാമെന്ന്. സോ ആ സർപ്രൈസ് കാണാനാണ് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന്. സോ ലെറ്റ്സ് കം വിത്ത് മീ ഫോർ ദാറ്റ് സർപ്രൈസ്. സർപ്രൈസ് തരുന്ന സ്ഥലത്ത് നിന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷെ സർപ്രൈസ് എനിക്കല്ല എന്നിവിടെ വന്ന ശേഷമാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഇത് എനിക്കൊരു സർപ്രൈസ് തന്നെയാണ്. പക്ഷെ ഇതിനെപ്പറ്റി എനിക്ക് ഒരു അറിവുമില്ല. സോ എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഐ തിങ്ക് എൻ്റെ ചേട്ടൻ ചേച്ചിക്ക് ഒരു കാറ് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അപ്പം അതാണ് അതാണ് നമ്മുടെ സർപ്രൈസ്. സോ അവർ വരുമ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ കണ്ടിന്യൂ ചെയ്യാണ്. അവർ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. സോ വെൻ ദേ കം ഐ വിൽ കണ്ടിന്യൂ ദി വീഡിയോ. ഹായ് പറഞ്ഞു ഏടൻ ഹായ് പറഞ്ഞു. എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടുന്ന ആള്. ഗൈസ്, അങ്ങനെ ഐ തിങ്ക് വണ്ടി എടുക്കാൻ വേണ്ടി പോയേക്കുവാന്ന് തോന്നി. ഇവിടെ എല്ലാവരും ഉണ്ട്. ചേച്ചിയുടെ ഫാമിലി ഉണ്ട്, അച്ചച്ചുണ്ട്, അനിയനുണ്ട്, എല്ലാവരും ഉണ്ട്. സോ ചേച്ചി ഭയങ്കര ശരിക്കും സർപ്രൈസ് ആയി. ചേച്ചിക്ക് ഇതിനെപ്പറ്റി ഒരു അറിവില്ലായിരുന്നു, എനിക്കും ഇതിനെപ്പറ്റി ഒരു അറിവില്ലായിരുന്നു. അപ്പം ഞാനും ഒന്ന് സർപ്രൈസ് ആയി. സോ ചേച്ചി, എന്താണ് പറയാനുള്ളത് ബർത്ത്ഡേക്കാരിക്ക്? സർപ്രൈസ് ആയോ ഹസ്ബൻഡിന്റെ വകയുള്ള ഗിഫ്റ്റ് ചെയ്ത്? നോക്ക്, സർപ്രൈസ് ആയോ? സർപ്രൈസ് ആയോ? എന്താണ് പറയാനുള്ളത്? പറ, എന്താ പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത് ഭാര്യക്ക് ഗിഫ്റ്റ് കൊടുത്തതിൽ? ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഒരാഴ്ചയായിട്ട് ഞാൻ ഇത് പിടിച്ചു വെച്ചോണ്ടിരുന്നു. അതാണ് എന്റെ കഴിവ്. അതാണ് കഴിവ്. കുഞ്ഞു ബേബിക്ക് എന്നാ പറയാനുള്ളത്? അമ്മയ്ക്ക് ഗിഫ്റ്റ് ഇട്ടിട്ട് ഒരു പ്രത്യേക ശ്വാസം മുട്ടില്ല, ഒരു സീക്രട്ട് പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നു. അത് മനസ്സിലായി. ഇപ്പൊ സീക്രട്ട് പോയില്ലേ? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഡോൺസിന്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് കേക്കൊക്കെ മുറിച്ചു. കേക്കൊക്കെ മുറിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കഴിഞ്ഞിട്ട് ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ വീട്ടിലെത്തി. ചെറിയൊരു സർപ്രൈസ് വ്ലോഗ്. എനിക്കും അതൊരു സർപ്രൈസ് ആയിരുന്നു, പക്ഷെ മെയിനായിട്ട് ചേച്ചിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു, ബിരിയാണി എല്ലാം കഴിച്ചു. ഇന്നത്തെ ആ പരിപാടി ഇങ്ങ് കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ കമൻറ്റ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മൈ അനദർ വ്ലോഗ്. താങ്ക് യു.